अच्छा अच्छा लॉन्च नाइक मुकुंदन मेनन पधार रहा हूँ कर्नल हुम रहा हूँ सारे जहां से अच्छा ഹിന്ദുസ്ഥാ ഹമാരാ ഹമാരാ. പിന്നെ എന്തൊക്കെയുണ്ട് പഞ്ചാബിൽ വിശേഷങ്ങൾ? പഞ്ചാബ് വെറുതെ അലമ്പാണെന്ന്. എന്താണ്? വെള്ളപ്പൊക്കം പേമാരി. നീ എന്ത് പൊട്ടത്തരോടാ പറയുന്നത്? എടാ ഞാൻ ഇപ്പൊ ടി വി കണ്ടല്ലോ, അവിടെ ഭയങ്കര തീപിടുത്തോടന്ന്. അത്രക്ക് ഭാഗ്യം കെട്ട നാടാണച്ചാ പഞ്ചാബ്. അടിക്കടി തരം മാറിക്കൊണ്ടിരിക്കും. ദൈവമേ, ഇപ്പൊ പഞ്ചാബ് നല്ല ഓന്താപതം നോക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഈ വരവിൽ നിന്റെ കല്യാണം ആദ്യം ഞാൻ ഉറപ്പിക്കും. അച്ഛ എന്ത് ഈ വരവ് കൊണ്ടുള്ള ഉദ്ദേശം അതൊന്നുമല്ല. പിന്നെ അതായത് ഓണമൊക്കെ അല്ലേ, എന്റെ അളിയന്മാരി പെങ്ങന്മാരി പിന്നെ എന്റെ അച്ഛൻ ഇവരെ കൂടി ഓണം ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം, അത് മാത്രമേ ഉള്ളൂ. മാത്രമല്ലടാ, നീ ഭാഗ്യം ചെയ്തവനാടാ. ഇതുവരെ ഒരു പട്ടാളക്കാരന് ഓണത്തിന് ലീവ് കിട്ടിയിട്ടില്ല. അച്ഛൻ ഓണത്തിന് വീട്ടുകാരല്ല അച്ഛൻ പറഞ്ഞു. എന്റെ ഇളയ പെങ്ങളുടെ കല്യാണം ഇവിടെ നടന്നു, അതിനേക്ക് ലീവ് കിട്ടിയ അവളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയ കുഞ്ഞുമോളെ ഭർത്താവ് നീ കണ്ടിട്ടില്ല? അറിയപ്പെട്ടിട്ടില്ല. ഇടാ എന്റെ ബാക്കിയുള്ള മരുമക്കളെ പോലെ അല്ല അവൻ. ബാക്കിയുള്ളവരെ കേസൊക്കെ നിനക്കറിയാലോ. ഇടാ ഇവൻ കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, വേറെ ഒരു പ്രശ്നമല്ല. ഡീസന്റ് ആണ്. ഡീസലിന്റെ കച്ചവടം. ഡീസന്റെ കച്ചവടം നല്ലടാ, നല്ല മെമ്പറാണെന്നാണ്. നല്ല മെമ്പറാണ്. എന്ന അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പുള്ളി നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാം. ഇതെന്താ? അല്ല, നീ ഒരു കൗണ്ടർ അടിച്ചപ്പോ ഞാൻ മ്യൂസിക് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നാളത്തെ ഓണസദ്യക്ക് അവനെ കാണാം. നീ ഇതുവരെ അളിയനെ കണ്ടിട്ടില്ലല്ലോ? അളിയനെ കണ്ടിട്ടില്ല. നാളത്തെ ഓണസദ്യക്ക് നിനക്ക് അളിയനെ കാണാം. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് നാളത്തെ ഓണസദ്യ അങ്ങ് കിടിലാക്കാം. എന്റെ വരവിന്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. നാളത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം. ജയ് ജവാൻ ജയ് കിസാൻ. എന്റെ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാതെ പോവൊന്ന് നേരത്ത്. എടി നിന്റെ ആങ്ങളെ എന്തേടി? കുളിക്കല്ലേ അവിടെ? അവന്റെ ഒടുക്കത്തെ കുളിയാണ്. എപ്പ കയറിയതാണ് അവൻ ബാത്റൂമില്. അവൻ കുളി കഴിഞ്ഞിട്ട് ഒരു ഫുള്ളെടുക്കാൻ തോന്നിട്ട് ഇതേവരെ എടുത്തിട്ടില്ല. രണ്ടെണ്ണം അടിച്ച് കാലത്തെ ജില്ലായിട്ട് നിൽക്കായിരുന്നു. എന്ത് കഷ്ടമാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതേ ടീമെത്തിയല്ല, വെറുതെ വന്നു അല്ലേ? അച്ഛന്റെ കാലിന് വേണ്ടി അനുഗ്രഹം വാങ്ങിക്കുക ചേട്ടാ. പിന്നെ ആയിരിക്കണം അയ്യപ്പസ്വാമി അല്ലേ പോയി കേട്ടോ. നമ്മളൊക്കെ ഇവിടെ നേരത്തെ എത്തി. മേടിച്ചില്ലേ? ഫുള്ളൊന്നും മേടിച്ചില്ലേ? ഓഹോ, രാവിലെ അടി തുടങ്ങിയല്ലേ? ഇല്ല, അതോ ആള് വെച്ച് അച്ഛത് പൂക്കളം ഇട്ടേക്കലാണ്. ഞാനോട് കൂടി കഷ്ടപ്പെട്ട് കാൽ തുടങ്ങിയിട്ട് ഞങ്ങളുടെ പൂക്കളാണത്. അയ്യേ, ബോറായി പോയേട്ടാ. കൊള്ളൂല കൊള്ളൂലത്. ചേട്ടൻ മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ കുടുംബ യൂണിറ്റിനെ ഓണത്തിന്റെ അന്ന് ഞങ്ങൾ ഈ കളവ് ഇട്ടിട്ട് ഞങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടിയതാണ്. അന്ന് ഈ കളം മാത്രമേ ഉള്ളായിരുന്നു അവിടെ. ഇതെങ്ങനെ മനസ്സിലായി? ഇതിന് എന്തോ ഒരു കുറവുണ്ട്. ഞാൻ എപ്പോഴാ പറഞ്ഞില്ലേ തുമ്പപ്പൂവിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ തുമ്പപ്പൂവിന്റെ അല്ല, കസറ ഇരിക്കുന്ന ഒരു സാധനത്തെ കണ്ട, അതിനെടുത്ത് ഇതിന്റെ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് തൃക്കാക്കരപ്പനാവും. പിന്നെ ആളെ ഏതെങ്കിലും റെസിഡൻസ് അസോസിയേഷനിൽ കൊണ്ട് കാണിച്ചാൽ മതി, ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും. ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട. പുള്ളിക്ക് വിവരവും വിദ്യാഭ്യാസമൊന്നുമില്ല, മാത്രമല്ല തെങ്ങേറ്റം അല്ലേ പണി. എന്റെ ജോബി കയറി കളിക്കും. അല്ല, ജോബിനെയാണെന്ന് പറഞ്ഞില്ല. ഇവിടെ ജോലി എന്ത് ഇവിടെ ഇന്ന് ഞാൻ അലമ്പുണ്ടാക്കേണ്ട കാര്യമുള്ളൂ. 2 പെഗ് അടിച്ചിട്ട് നീ അവിടെ അലമ്പാക്കിയിരിക്കും. ഞാൻ അതേ ആയിരിക്കണ കിളവൻ കണ്ട. നിനക്കൊരു കാര്യം അറിയോ? 5ാം ക്ലാസ്സിൽ വെച്ച് ഈ പറമ്പിൽ കയറി 2 കരിക്കടത്തിന്റെ പേരിൽ മാവി കെട്ടിയിട്ട് അങ്ങനെ എന്റെ പുറത്ത് അടിച്ച് കുളിക്കാൻ പോയിട്ട് വെള്ളത്തെ പാട് കണ്ട. അവിടെ മാത്രമല്ല, താഴെ അടിച്ചിട്ട് ആ താഴത്തെ പാട് കാണണം. എനിക്ക് കാണണ്ട. ഓഹോ, അപ്പൊ അളിയനെ കാണണ്ട. അനുഭവിച്ച എന്റെ കാര്യം പുറത്ത് നോക്കി. ഇത് കാണിക്കേണ്ട ഒരാളുണ്ട്. ഹലോ, നോക്ക്. ഇതെന്താണ് ഫ്ലാഷ് ബാക്ക്? ഫ്ലാഷ് ബാക്ക് അല്ല, ഇത് ഫുൾ ബാക്ക്. അളിയോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടില്ലേ 6 മാസം? അതല്ല, അച്ഛനെ കണ്ടില്ലേ? അച്ഛനെ ചുമ്മാ ആവശ്യമില്ലാത്ത പണിയൊക്കെ പോയി. എനിക്ക് അങ്ങനെ കാണുന്നു. എന്താ അളിയാ ഇത്? കുളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനിയെങ്കിലും എടുത്തൂടെ ഫുള്ള്? എത്ര നേരായി അളിയാ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. 2 അടിച്ച് നമുക്ക് ചില്ലായിട്ട് നിൽക്കാന്ന്. അല്ലൊന്നങ്ങ് മാറിയുന്നേ. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വെച്ച് തീർക്കണം. അച്ഛൻ അളിയെ വിളിക്കേ. നീ വെറുതെ അച്ഛൻ വിളിച്ചാൽ വിളിക്ക് വിളിക്ക്. മോൻ വന്നു അല്ലേ? അച്ഛൻ വിളിച്ച കേട്ട അളിയന മോൻ. അതിനു മുമ്പൊരു കേട്ടായിരുന്നു. അത് ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടായിരുന്നു. അതിനകത്ത് വേറെ സംഭവങ്ങളുണ്ട്. പണ്ടങ്ങനെ വിളിക്കണേ. ഒരു മിനിറ്റ്. ഒടുക്കത്തെ തെറിയാണ് അളിയാ. സത്യം. ചുമ്മാ ഞാൻ ലീവ് കഴിഞ്ഞു വന്നാണ്. നമുക്കേ അല്ല, അളിയനെന്തേ കാണിക്കണത്? അച്ഛന്റെ ചേട്ടന്റെ കല്യാണം നടത്താൻ പോണം. കോംപ്രമൈസ് ആക്കണേ. ഈ പ്രശ്നം നമുക്ക് കോംപ്രമൈസ് ആക്കണ്ടേ? ഉള്ളൊരെണ്ണം പൊട്ടിക്കോ? ഒരെണ്ണം പൊട്ടിക്കാം. ഞാൻ ഏറ്റി. അച്ഛൻ വന്നേ. ഈ ഇടഞ്ഞ ഊരുടെ പോലെ അങ്ങനെ തിരിഞ്ഞ് നിൽക്കാണ്ട് ഇങ്ങോട്ട് വന്നേ. ചേട്ടൻ വന്നേ. കോംപ്രമൈസ് ഉള്ളൊരെണ്ണം എടുത്തോ. സാധനം എടുക്ക്. 2 അടിച്ച് ചിൽച്ചിലായിട്ട് നിൽക്കാന്ന്. അളിയനൊന്നും പറയണ്ട. എന്റെ ഇളയ പെങ്ങളുടെ ഭർത്താവ് വരുന്നവരെ ഞാനൊരു സാധനം ഇവിടെ തരില്ല. എന്റെ ചേട്ടാ പറഞ്ഞേട്ടാ. അയ്യോ, ജന്മികളുടെ ഇടയ്ക്ക് ഈ തെങ്ങ് വെട്ടുകാരനില്ലേ?
അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ല. അതെ, കസേര തന്നെ കടന്നു. കുഞ്ഞുമോളെ കാര്യം ആലോചിച്ച് മാത്രം വിഷയം ഉണ്ടാക്കല്ലേ. കുഞ്ഞുമോളുടെ ഭർത്താവ് എന്ന് പറഞ്ഞില്ലേ, അടിക്കില്ല, ഇടിക്കില്ല, വലിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ ഇനിയെങ്കിലും? ഇവിടെ ഞാൻ അതല്ലേ പറഞ്ഞ, ഈ മരുമക്കളില് ഭാഗ്യവാനാ അവനാണ്ടാ. ഇവിടെ അവൻ മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, വേറെ ഒരു പരിപാടിയില്ല. അപ്പൊ പിന്നെ അവനെ വെയിറ്റ് ചെയ്യണത്തിനാണ്. കുപ്പി എടുക്കും, നമുക്ക് അടിക്കാം. അപ്പൊ ഈ കൊണ്ടുവന്ന് കുപ്പിയൊക്കെ എന്ത് ചെയ്യും? ഞാൻ കുടിച്ചു തീർക്കും. എന്തൊക്കെ പറഞ്ഞാൽ ശരിയാ, അയാൾ വരാതെ ഞാൻ കുപ്പി പൊട്ടിക്കണം. തോന്നിവാസം ഉണ്ട്. എന്ത് തോന്നിവാസം? നമ്മളെ വിളിച്ചു വരുത്തിട്ട് കളിയാക്കണ. എന്ത് തോന്നിവാസം അറിയാൻ പറയണത്? ഞാൻ അച്ഛനോട് പറയാ, അച്ഛാ അടിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനു വെയിറ്റ് ചെയ്യുന്നു? അടിക്കുന്ന ഞാനിവിടെ ഇല്ലേ, എനിക്കൊരെണ്ണം തന്നുകൂടെ? എന്താണ് ആശാ പൊട്ടിപ്പോയത്? അതിനെന്ത് പറഞ്ഞാലും ശരി, കുഞ്ഞു പെങ്ങളുടെ ഭർത്താവ് വരാതെ ഞാൻ കുപ്പി പൊട്ടിക്കില്ല. അച്ഛാ അച്ഛോ കഴിഞ്ഞു. ഇടാ എന്റെ മരുമോൻ വന്നടാ. ഇനി എന്റെ പല അവന്മാരും കണ്ടുകൊള്ളുക. മൂകാംബിക്കലെ പ്രസാദോ? അളിയാ ആരേത്? ചേട്ടാ പ്രസാദം ഇരിക്കട്ടെ. ചേട്ടാ അച്ഛന് കൊടുത്തേ. ഓണപ്പുടവ ഏട്ടനും. ചേട്ടന് കൊടുത്തേ. പാൻറി. റമ്മോ ബ്രാൻഡിയോ? എന്ത് പൈന്റ്? പൈന്റല്ല പാൻറി. പാന്റിന് വേണ്ടിയാണ് കൊടുക്കും. ഓപ്പോളെ ഓപ്പോളും വിളി. ഇവിടെ ആരും ഇല്ലല്ലോ. ഉണ്ടാ വെള്ളമുണ്ട് ഷർട്ടും. അതിനകത്ത് 2 പഞ്ഞിയും കൂടെ വെച്ചാൽ കിളവന് കൊണ്ട് കൊടുക്കും. അതൊക്കെ പാവല്ലേ? എനിക്ക് വേണ്ട. എന്നാ ചേച്ചിയുടെ കൊടുത്തേ. കുഴപ്പമില്ല, ചേച്ചിയെ കൊടുത്തു. എനിക്കുണ്ടെന്ന സാധനം ഞാൻ മേടിക്കും. പെണ്ണുങ്ങളല്ലാത്ത കുട്ടികൾ ഏർപ്പെടെ. അപ്പേ ഇനി ഒരു കാര്യം പറയാം. എല്ലാവരും എത്തിയസ്ഥിതിക്ക് രണ്ടെണ്ണം അടിച്ച് ചില്ലായിട്ട് നിന്നാണ്. അതെ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനി എന്റെ മരുമ വന്നല്ലോ, ഇനി ഒരു 2 വിട്ടാലോ? അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അകത്ത് ഒരു കുപ്പി എടുക്കാം. എടുത്തോട്ട് അച്ഛാ ഇങ്ങനെ ചുമ്മാ നോക്കി ചാടി ചാടി നിക്ക്. നീ ധൈര്യം ഇതൊക്കെ ശരിയാക്ക്. എനിക്ക് വേണ്ടേ സാധനം വരൂപ്പാ. എനിക്ക് വേണ്ട, താല്പര്യമില്ല. അവനെ കൂട്ടണ്ട. അവ അടിച്ചു കഴിഞ്ഞാൽ എന്നെ തല്ലാൻ വേണ്ടി കിടക്കണം. അവനെ കൂട്ടണ്ട. ഇന്നത്തെ ദിവസം ഞാനിവിടെ ഇല്ലേ, ധൈര്യമായിട്ട് നിക്ക്. അവനെ തല്ലൂടോ ദൈവമേ. മിലിറ്ററി ആയിട്ടാ. അപ്പൊ കുഞ്ഞളിയൻ വന്ന സംഭവം പൊട്ടിച്ചോ. ബ്രാൻഡിയാണോ റമ്മാണോ? ബ്രാൻഡിയാണോ റമ്മാണോ? ബ്രാൻഡി അല്ല റമ്മും അല്ല. പിന്നെന്താ? വിസ്കി ആണെങ്കിൽ മതി. എനിക്ക് വിസ്കി ആണെങ്കിൽ മതി. ഞാൻ വെറുതെ പറഞ്ഞ റമ്മാണത്. വിസ്കി ഇല്ലാത്തപ്പം റമ്മ് ഒഴിച്ച് നമുക്ക് കഴിക്കാം. അച്ഛൻ പിടിച്ചോ ഇവിടെ. അളിയൻ പിടിച്ചേ. അവിടെ എടുത്ത് കുടിച്ച് പിടിച്ചേ. എനിക്ക് വേണ്ട. എന്ത് പരിപാടി? ഞാൻ പറഞ്ഞില്ല അടിക്കൂലെന്ന്. എന്നാലും വന്നേക്കണല്ലോ ഒരു. ഞാൻ കഴിക്കില്ല. വേറെ ഞാൻ കഴിക്കില്ല. ഞാൻ നിൽക്കുന്നോണ്ട് അവന് ചെറിയൊരു മടിയൊക്കെ കാണും. കുഴപ്പമില്ല, ഇങ്ങനെ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളപ്പോ അല്പം അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലടാ. ഇല്ല, ഞാനേ പണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഇച്ചിരി കുടിച്ചാ. അതേ പിന്നെ വേണ്ട വേണ്ട, ഞാൻ കഴിക്കില്ല. തെറ്റൊന്നുമില്ല. വേണ്ട, ഒരെണ്ണം കീറിക്കോ. വേണ്ട ചേട്ടാ. അല്ലയാ അച്ഛൻ ഞാൻ തിരിച്ചു തീർത്താ. ഇല്ല, ഞാൻ കഴിക്കില്ല. അതാ ഉള്ളി കഴിക്കൂലെന്നു. അല്ലെ ഞാൻ സന്തോഷത്തിന് വന്നാലോ ഒരെണ്ണം കഴിക്കാൻ പാടില്ലേ? വേണ്ട, ഞാൻ കഴിക്കില്ല. അതാ പണ്ട് ഞാൻ പുള്ളിക്ക് കൊടുക്കാൻ അടുത്ത കഴിക്കണേ. രാജേ രാജിങ്ങ വന്നേ. മണം മണം അളിയനോട് ചേർത്ത് കഴിക്കാൻ പറഞ്ഞു. അയ്യോ ചേട്ടാ, ഇതുവരെ കല്യാണം കഴിഞ്ഞ് ഇതുവരെ ചേട്ടൻ കഴിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. കുഴപ്പമില്ല, ഓണമല്ലേ, സന്തോഷം. നീ പറ, നീ നിർബന്ധിച്ച അളിയൻ കഴിക്കും. അയ്യോ ചേട്ടാ, ശരി ഞാൻ പറയാം. വാ. അതെ, ഇവിടെ നിൽക്കാനാ പറയുന്ന കേക്ക് ചേട്ടാ. ഇന്ന് എല്ലാവരും കൂടെ കൂടിയതല്ലേ, എന്നെയാണെന്നുണ്ടെ ചേട്ടൻ കിടന്നത് ഒരു ഇച്ചിരി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചേട്ടൻ കഴിക്കത്തില്ല എന്ന്. ഞാൻ പണ്ടൊരു കരി കഴിച്ച ഞാൻ അറിയാമല്ലോ, എനിക്ക് അറിയാം ചേട്ടൻ കഴിക്കില്ല. വേണ്ട വേണ്ട. പട്ടാളത്തിൽ നിന്ന് വന്ന ചേട്ടനാ. ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ അടിക്കാത്ത ആൾക്കാരെ നിർബന്ധിക്കേണ്ട കാര്യമില്ലട്ടാ. ഞാൻ കാര്യമായിട്ട് പറയണാണ്. അത് നമ്മൾ ആര് വരുള്ളൂ, എന്റെ നേറിട്ട് കുറയും. എന്റെ പേക്ക് ഞാൻ ഒരു തുള്ളി കൊടുക്കും. ഒച്ചളിയടിക്കാതെ ഇവിടെ ആരും സ്മോൾ അടിക്കണ്ട. വേണ്ട, പോവാൻ വിളിക്കണേ. ചെല്ല് ഉള്ളില്ലാത്തൊരു കളി കളിയാ. ഞാൻ കാരണം നിങ്ങൾ വഴക്കിട്ട് പോണ്ട.
ഇത് എങ്ങനെയാണ് തൂക്കത്തിനാണോ അത്? ഒരു വാക്ക് പറയണ്ടേ, നമ്മ അടിക്കൂലേ? ഇച്ചിരി മതി. അടിക്കാണ്ട് ഇച്ചിരി ഉള്ളത് കഴിക്കളിയാ. പണ്ട് ഞാൻ ഒരു ഇച്ചിരി കഴിച്ചിട്ട് എനിക്ക് എന്തോ. പണ്ട് കഴിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ കൂടി കഴി. അച്ഛൻ നോക്കല്ലേ, തിരിഞ്ഞു നിന്നാലും കണ്ണടച്ചോ, എനിക്ക് അത്ര ബഹുമാനോ. കുഴപ്പമില്ല, ഒരു ചെറുകൂടി. അവന് ഉഷാറായി, ഞാൻ പറഞ്ഞില്ലേ എന്തിനും പറ്റി ഫുഡ് കഴിക്കാൻ കഴിക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. അച്ഛനായിട്ട് കൂട്ടിയാവും. ഇവരൊക്കെ എന്താ ഈ 2 അടിച്ചു കഴിയുമ്പോ ഇങ്ങനെ ആവണെന്ന്? 6 അടിച്ചിരിക്കണ ഞാൻ നിൽക്കണല്ലോ തിരിച്ചിട്ട് പോലെ. ചേട്ടാ വിഷയം ഉണ്ടാക്കരുതട്ടാ, ഒരു പുള്ളി വേണമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കല്ല. എന്തുകൂടിയാ കുടിക്കണ ചത്തുപോ കൂട്ടോ. സെന്റിമെന്റ്സ് കണ്ടു വെക്കാൻ എനിക്ക് പറ്റില്ലല്ലേ, അതെന്താ കുഴപ്പമുള്ളത്? ഒരു കാര്യം ചെയ്യാം, ചോറെടുക്കാം. അതെ, പെണ്ണുങ്ങളെല്ലാം ചോറക്കിങ് എടുത്തേ, ചോറ് കറിയൊക്കെ. മഴയത്ത് വീണ കോഴോ അല്ലേ വീണ ഇങ്ങോട്ട് ഏറ്റവും കൊച്ചുകുട്ടെ പുന്നാരെ മരുമോള് ഭയങ്കര ലാഗ. എന്റെ പിന്നാലെ നീ അച്ചാറിട്ട് തരട്ടടാ. ഉള്ളുകൊണ്ട് എടുത്താൽ നൈസായിട്ട് നമുക്ക് പൊട്ടിക്കായിരുന്നു. പക്ഷേണ്ടല്ലോ, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവിയലിന് അത്ര ടേസ്റ്റ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവിയലിന് അത്ര ടേസ്റ്റ് ഇല്ല. ഏതാ അവിയൽ? ഇതാ ഒന്നില്ലാത്ത കഴിക്കില്ല. തട്ടിക്കളിക്കാൻ ഞാൻ നിന്റെ ചെണ്ടേ. നമ്മ എന്തോ ഓണല്ലേ, നമ്മ ഒരു തമാശ അടിപൊളി. നിന്റെ കണ്ണിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ ഭയങ്കര കുടിയിലാന്ന്. ചേട്ടാ വെള്ളം. എരിവുണ്ടോ നോക്ക്. അമ്മായിച്ചിന് ഏത് ഇഷ്ടപ്പെട്ടത്? ഇത് ഇഷ്ടപ്പെട്ട തിന്നി അത് നിന്നിട്ട് ബാക്കിയുള്ളത് വെള്ളം 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 കളിയിൽ വെള്ളം കുടിക്കും. ഇളയ വരുമാനല്ലേ കാര്യമാക്കാൻ. പോക്കറ്റി പൈസ വല്ലതും ഉണ്ടോ? പോക്കറ്റിൽ പൈസ ഒന്നുമില്ല. വിഷയമുണ്ട്, പൈസ ഇല്ല വേണ്ട. സരിത പിള്ളേരുടെ കുഴപ്പമില്ല കുഴപ്പമില്ല, ചൂടില്ലാത്ത ചൂടില്ല ചൂടില്ല അതുകൊണ്ടാ ഭാഗ്യമായി. സാമ്പാർ ചേട്ടന് മടി കിടക്കണ മടി കിടക്ക് കിടക്ക് മടി കിടക്ക്. പിന്നെ ഞാൻ ഞാൻ പോണെന്റെ ഭഗവാൻ ചേട്ടാ ഒന്ന് അടക്ക് ചേട്ടാ. നീ നിന്നിട്ട് പോയാ മതി. കോപ്പോളല്ല നീ കോപ്പോളായി സാമ്പാർ. ഇതെന്താ ഇവിടെ കഴിഞ്ഞത്? ഓണാണെങ്കിൽ വല്ല യുദ്ധമാണോ? വന്നിട്ടളിയാ
അയ്യോ എന്താ വെടിക്കിട്ടെന്ന് പറമ്പാ അറിഞ്ഞില്ല. ഇന്നലെ ഇങ്ങനെ അല്ലല്ലോ വിളിച്ചത്. ചേട്ടാ സന്തോഷം. അച്ഛൻ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല. എന്താ കാര്യം? എന്താ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലേ? എന്താണ് നിങ്ങൾ വെള്ളം അടിച്ചിരുന്ന ഇങ്ങനെയൊക്കെയാണോ? ആര് കുടിച്ച്? ആ അതേ കിടക്കുന്നത്. സ്മോളടിച്ചത് ഓർമ്മയില്ലേ? എനിക്ക് മദ്യം തന്നാ നിങ്ങള്? പിന്നെ ഞാനല്ലോ ഒഴിച്ചത് 2 വെക്ക അടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പണ്ടൊരു ഇച്ചിരി കുടിച്ചതിന്റെ വിഷയം. ഇച്ചിരി കുടിച്ചപ്പോ ഇത്രയും വിഷയമാണ്. ഇതെന്ത് വിഷയം? പണ്ട് ഞാനൊരു കുടി കുടിച്ചതിന്റെ കൂത്തുപറമ്പ് വെടിയപ്പാടുന്നത്.